തമ്പുരാനേ തിരിഞ്ഞു നോക്കിയാണ് നടക്കുന്നത്. അത് പറയും നടക്കുമ്പോൾ മുമ്പോട്ട് നോക്കി നടക്കാൻ പറയും, പക്ഷെ എനിക്ക് അടിക്കടി തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു. എൻ്റെ അകത്തുള്ള ഒരു സുരേന്ദ്രൻ ഉണ്ടല്ലോ, അവനിപ്പോഴും അതൃപ്തനാണ്, അവനിപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുക. തമാശ റോൾസിനാണോ സീരിയസ് റോൾസിനാണോ കൂടുതൽ ഇഷ്ടം ചെയ്ത് പറയും? തമാശ ആണോ? നമ്മളെല്ലാം വിട്ടുപോയ സലീം കുമാർ സാറിന്റെ അങ്ങ് മെമ്മറീസ് ഉണ്ടോ? നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സീക്വൻസസോ അങ്ങനത്തെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? സിനിമ അല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ആയിരുന്നു. ആശാന എന്നെ ഒരുപാട് സ്വാധീനിക്കുകയും ഞാൻ കുറേ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തു. കരയുന്ന പോലെ തന്നെ പെട്ടെന്ന് ചിരിക്കാനും എല്ലാവർക്കും പറ്റും. ഇത് ഉറപ്പായിട്ടും അതൊക്കെ കിട്ടാഞ്ഞിട്ടാണ്. ഒരു കുഞ്ഞു കാര്യം മതി നമ്മള് ഇക്കിളിയാക്കും പോലെ ചിരിക്കും. കൊച്ചുമക്കളെ കൂടെയൊക്കെ തലമുട്ടി പറയാനും അവര് പറയും പോലെയുള്ള കോമഡിത്തരങ്ങൾ എനിക്ക് കുഞ്ഞാവാൻ ഇഷ്ടമാണ്. മാറിപ്പോകുന്നുണ്ടോ? ഞാൻ മാറിപ്പോയോ? ഞാൻ അവരോട് ഒത്തിരി കയർത്ത് സംസാരിച്ചോ? മോശമായി പോയോ? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കുമ്പോഴേ ഇച്ചിരി കട്ടി കൂടുന്നു. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഉള്ള മര്യാദ മറന്നു പോകുന്നു ഫോണിൽ കൂടെ. സീരിയസ് സാർ എന്നുണ്ടോ നാഷണൽ ഡയറക്ടർമാർക്ക് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞ ദിവസം വല്ലാത്തൊരു ഇതായിരുന്നു. സന്തോഷത്തിനപ്പുറം എന്തോ ഒരു നെഞ്ചെടുപ്പ്. സർ, എപ്പോഴും നമ്മളെല്ലാവരും നോക്കി കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഈ സാറിന്റെ വിനയം. കാരണം അതിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഞാൻ സാറിനെ വിളിക്കുമ്പോൾ സാർ ഒരു തവണ പോലും പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. നമുക്ക് ചെയ്യാം, കൊച്ചിയിൽ വരുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാം. ഞാൻ എവിടുന്ന ഏത് ചാനലാണെന്ന് പോലും സാർ ചോദിച്ചില്ല. അത്ര പെട്ടെന്നാണ് സാർ എസ് പറഞ്ഞതും. ഓക്കെ, അപ്പം ഇതിങ്ങനെയാണോ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ തന്നെയാണോ, അതോ ഇത് പ്രൊഫഷണൽ? അത് എല്ലാവരും ചോദിക്കത്തില്ല. സാർ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം, പക്ഷെ അത് എങ്ങനെയായി, ഇങ്ങനെ തന്നെ ആണോ കൊച്ചിലെ തൊട്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ പറയാനും അറിയില്ല. നമുക്കൊന്നും നമ്മൾ ജീവിച്ച് വളർന്നു വന്നൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ എന്തെങ്കിലും കണ്ടാൽ അതിൽ അധികമായിട്ടുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത്തിരി കാശുണ്ട്, ഇത്തിരി അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ള മോഹങ്ങളില്ല. ഇപ്പൊ ധാരാളമാണ്. അപ്പോൾ ഈ സുഖം നിങ്ങൾ പറയുന്ന ആ സ്നേഹം കാണുമ്പോൾ എൻ്റെ ഉള്ളിലും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ആയാൽ പിന്നെ പോയി തീർന്നു. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരുപാട് കണ്ടു വന്നതാണ് ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് ഒപ്പവും അല്ലാതെയും സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും എങ്ങനെ വന്നു, എങ്ങനെ ഇപ്പം നിൽക്കുന്നു, എങ്ങനെ ഇല്ലാണ്ടാവുന്നു, മാഞ്ഞു പോകുന്നു, മറഞ്ഞു പോകുന്നു ഒക്കെ കാണുന്ന ഞാൻ അവിടെ ഒരാളാവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കും. സാറിന്റെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല്, സാർ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഇത്തവണത്തെ നാഷണൽ അവാർഡും എൻ്റെ കൈവിട്ടു പോയി, സാരമില്ല ഞാൻ അടുത്ത വർഷം ശ്രമിക്കും. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സാറിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ. അപ്പൊ അന്ന് അതൊരു തമാശയായിട്ട് പറഞ്ഞ കാര്യം അല്ലേ, ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ജീവിതം. അപ്പം അന്ന് ഈ ഒരു ഇത് കിട്ടിയെന്നുള്ളതൊക്കെ സാർ എങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നോ? ഇങ്ങനെ ഈ ജൂറിന്ന് എന്തെങ്കിലും അങ്ങനെ അറിവുണ്ടായിരുന്നത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണോ സാർ? അതെങ്ങനെയാ പ്രോസസ്? നമ്മൾ ചെയ്യുന്നതിൽ ഇച്ചിരി നല്ല പടമാ, നന്നായിരിക്കുന്നു, ക്ലാസ് പടമാണ്, മറ്റു പടങ്ങളുമായിട്ട് നമുക്ക് തട്ടിച്ചു നോക്കുമ്പോൾ പ്രതീക്ഷിക്കാമെങ്കിൽ അതിൻ്റെ ക്രൂ തന്നെ പറയും ഇതെന്നാൽ ഈ പടം ഇങ്ങനെ പോയി അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മളെ അറിയുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാതോർത്തിരിക്കും, അറിയും. പിന്നെ നല്ല പടമാണ്, അത് അയച്ചില്ലേ, അവരയച്ചോ, കോമ്പറ്റീഷൻ അയച്ചോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ സ്വാഭാവികമായി. ആ ഒരു മുമ്പിലെത്തുക, സമ്മാനം വാങ്ങിക്കുക എന്നുള്ളത് കുട്ടിയെ പോലെ തന്നെ വയസ്സായാലും ഉണ്ടാവുള്ളൂ. അതൊരു മത്സരമല്ലേ. ആരും പ്രായമാവുന്നില്ല, എല്ലാവരും അവിടെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും. മനസ്സുകൊണ്ട് എപ്പോഴും അങ്ങനെയല്ലേ. പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സാറിന്റെ തമിഴ് മൂവിയാണല്ലേ കറുപ്പ്. അത് 300 കോടി ക്ലബും കഴിഞ്ഞ് പോയി. അതിപ്പം ആ ഒരു എക്സ്പീരിയൻസ്, അതും സൂര്യ സാറിന്റെ കൂടെ സാറ് സ്ക്രീൻ ഷെയർ ചെയ്തത്, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ വലിപ്പം തന്നെയാണ് പിന്നോട്ട് വലിക്കാൻ എന്നെ വലിച്ചതും. അവര് തമിഴ് സിനിമയുടെ ഒരു വലിപ്പമുണ്ട്,
അവരെടുക്കുന്ന സമാധാനമൊന്നും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ഓടി കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ചെയ്തു പോകണം. ഇതൊന്നുപോലും നഷ്ടപ്പെടാനും നമ്മൾക്ക് ഇഷ്ടമല്ല. പിന്നെ അറിയാത്ത ഭാഷ അവിടെ ചെന്ന് നിന്ന് വേർക്കുന്നതിനേക്കാളും എത്രയും സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ നമ്മൾ ജീവിക്കുന്നില്ലേ എന്നുള്ളതുണ്ട്. പിന്നെ ഈ പറഞ്ഞ അത്രയും വലിയ താരങ്ങളൊക്കെ ഉള്ള സിനിമയിൽ ചെന്നിട്ട് എങ്ങനെയാണ് അവരെ മുമ്പ് നിൽക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഡയലോഗ് ഇവിടത്തെ പോലെ നമുക്ക് ചിലപ്പോൾ വ്യക്തിയെ മറന്ന് നമ്മളെ ക്യാരക്ടർ കൊണ്ട് കൂടുമാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് തോറ്റുപോകില്ലേ എന്നൊക്കെ ഉള്ള പേടി കൊണ്ട് അങ്ങനെ ചെയ്യാത്തതാണ്. ഇത് പിന്നെ പല പ്രാവശ്യം പല പടങ്ങൾക്കും അങ്ങനെ വിളിച്ച് നമ്മൾ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബാലാജി വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിന് ഈ മൂക്കുത്തിയമ്മൻ സിനിമ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മൂക്കുത്തിയമ്മൻ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു, ഒരുപാട് സംസാരിച്ചു. അയാളുടെ പടത്തിന് അയാൾ കണ്ടെഴുതിയാൽ കുറേ, പക്ഷെ ഡേറ്റ് ഇല്ലാത്ത സമയങ്ങളായിരുന്നു. പറഞ്ഞു പല പ്രാവശ്യം. പിന്നീട് അയാൾ പറഞ്ഞു ഭാഷ പ്രശ്നമാക്കണ്ട, ഇതൊരു മലയാളി ക്യാരക്ടറാണ്, നാട്ടിൽ വരുന്നതാണ്. ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാളോട് ഒരു മലയാളി എങ്ങനെ തമിഴ് പറയും, അത് തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ ഫോൺ ചെയ്യുമ്പം ചേട്ടൻ എന്ത് പറയുന്നു അതുപോലെ പറഞ്ഞാൽ അയാൾ പറയും. അപ്പം പിന്നെ തീരുമാനിച്ചു പോയേക്കാം. വീട്ടിൽ നിന്നും ഒക്കെ മോനും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സൂര്യ സാറിന്റെ പടം അച്ഛാ പോ എന്നൊക്കെ പറഞ്ഞു, നല്ല ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയതാ. അതിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്ന് തന്നെയായിരുന്നു നമ്മളുടെ ഇന്ദ്രൻ സാറിന്റെ ക്യാരക്ടർ. നിങ്ങളുടെ കോംബോ സീൻസ് എങ്ങനെയായിരുന്നു? കംഫർട്ടബിൾ ആക്കി സൂര്യ സാറിനെ അവിടെ ചെന്ന് മീറ്റ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വന്ന് പുള്ളി ചെല്ലുന്ന എൻ്റെ സീൻ, എൻ്റെയും അനഘയുടെയും സീനുകൾ എടുക്കുമ്പോഴൊക്കെ ഒരു കോടതിയുടെ ഫ്രണ്ടില് ഒരു കാവിലൊക്കെയാണ്. അപ്പോൾ ഈ ഇതിനെടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് സൂര്യ സാർ എന്നുണ്ടോ നാഷണൽ ഡയറക്ടർമാരത് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞ ദിവസം വല്ലാത്തൊരു ഇതായിരുന്നു, സന്തോഷത്തിനപ്പുറം എന്തോ ഒരു നെഞ്ചടിപ്പ്. ഇങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ വന്നു ദൂരം ഞാൻ കാണുന്നു, സൂര്യ സാർ വന്നു എന്നൊക്കെ പറയുന്നു, വണ്ടി കാരവനെടുത്തോട്ട്. അപ്പോൾ ഞാനും പോയി ഒരിടത്തിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നുള്ള സീനിലുണ്ട് സാറിൻ്റെ കോട്ടിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി ചെയ്യാനുള്ള ഡയലോഗൊക്കെയാണ്. ഞാൻ എൻ്റെ വശമൊക്കെ ഒരുവിധം റെഡിയാക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് ഒരു എന്താ പറയും, ഒരു ഭയങ്കര ലാളിത്യമുള്ള ഒരാള്, നമ്മളൊക്കെ എന്തൊരു അഹങ്കാരിയായെന്ന് തോന്നിപ്പോകും. അത്രയും വന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് അപ്പോഴേ പിന്നെ എനിക്കൊരു സമാധാനമായി. ഈ മൂവി കഴിഞ്ഞിട്ട് ഈ പ്രൊമോഷന് വന്നപ്പോൾ അതായത് എല്ലാ സ്റ്റേജുകളിലും സൂര്യ സാർ എടുത്തു പറഞ്ഞതും ഇന്ദ്രൻ സാറിനെ കുറിച്ചാണ്. സാറിന്റെ എളിമയും സാറ് സെറ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതൊക്കെ കണ്ടായിരുന്നോ? ആ വീഡിയോ ക്ലിപ്സ് ഒക്കെ കണ്ടായിരുന്നോ? അപ്പൊ എന്ത് തോന്നി? മോശമായി, നമ്മള് സന്തോഷം തോന്നി അത് കണ്ടപ്പോ? എന്താ തോന്നി? അങ്ങനെ അതായത് അത് തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയ കണ്ടന്റ് ആണത്. സാർ എല്ലാ സ്റ്റേജിലും ഇന്ദ്രൻ സാറിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അതിന്റെ പ്രൊമോഷൻ സമയത്ത്. പറഞ്ഞിരുന്നോ? മക്കളൊക്കെ കണ്ടിട്ട് പറഞ്ഞിരുന്നോ അത്? അപ്പൊ എനിക്ക് ആശയക്കുഴപ്പം, അപ്പം ബാക്കി എല്ലാരും എങ്ങനാ എന്ന് നമുക്കൊരു ഇത്, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. അതേപോലെ നമ്മൾ ആശാൻ മൂവിയിലേക്ക്, എനിക്ക് 6 വയസ്സുള്ളൊരു മോളുണ്ടേ. അപ്പോൾ നമ്മളെല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്നവരാട്ടോ, ഞാനും ഹസ്ബൻഡും മോളും എല്ലാ സിനിമയും. അപ്പോൾ ആശാൻ നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്. അവള് സാറിനെ ഇപ്പം എപ്പോൾ കണ്ടാലും ആശാൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഇന്നലെ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ ഇൻ്റർവ്യൂ അമ്മ എടുക്കാൻ പോകുന്നപ്പോൾ ആശാനല്ലേ നീ പോകുമ്പോ എന്നെ വീഡിയോ കോൾ ചെയ്യണേന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു മാറ്റം തലമുറയുടെ, അതായത് ഞാൻ സാറിന്റെ തമാശ ക്യാരക്ടേഴ്സ് കണ്ടു വളർന്ന ഒരാളാണ്. ഇന്ന് എൻ്റെ മോള് സാറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആശാനായിട്ടാണ്. സോ ആ ഒരു ചേഞ്ച് എത്രത്തോളം സന്തോഷം തരുന്നതാണ്? വലിയ സന്തോഷം. അതിനെ നിലനിർത്തുന്നത് ആ സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പിന്നോട്ട് നോക്കി നടക്കുവാണ്. തിരിഞ്ഞു നോക്കിയാണ് നടക്കുന്നത്. അവർ പറയും നടക്കുമ്പോൾ മുമ്പോട്ട് നോക്കി നടക്കാൻ പറയും, പക്ഷെ എനിക്ക് അടിക്കടി തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു. പക്ഷെ ആ തിരിഞ്ഞു നോട്ടമായിരിക്കും ഒരു പക്ഷേ എളിമയുടെ കാരണം അല്ലേ? നമുക്കത് മാറിപ്പോകുന്നുണ്ടോ? ഞാൻ മാറിപ്പോയോ? ഞാൻ അവരോട് ഇത്തിരി കയർത്ത് സംസാരിച്ചോ? മോശമായി പോയോ? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇച്ചിരി ഫോണിൽ കൂടെ സംസാരിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ചിലപ്പോ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോഴേ ഇച്ചിരി കട്ടി കൂടുന്നു. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഉള്ള മര്യാദ മറന്നു പോകുന്നു ഫോണിൽ കൂടെ.
അങ്ങനൊക്കെ സാർ അങ്ങനെ സംസാരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. അങ്ങനെ പറയുന്നു, മോനൊക്കെ പറയും. അപ്പൊ അതാ ചോദിക്കുന്നത്, പേഴ്സണൽ ലൈഫിൽ സീരിയസ് ആണോ അതോ ഈ കാണിക്കുന്ന പോലെ തമാശകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണോ? വീട്ടിലാണെങ്കിൽ ഇച്ചിരി ഇളകി നിങ്ങൾ മോളെ കാര്യം പറഞ്ഞൊക്കെ എനിക്ക് കൊച്ചുമക്കളെ കൂടെയൊക്കെ തലകുത്തി മറിയാനും ഇഷ്ടമാണ്. അവര് പറയും പോലെയുള്ള കോമഡിത്തരങ്ങൾ അങ്ങനത്തെ അപ്പൂപ്പനാ. എനിക്ക് കുഞ്ഞാവാൻ ഇഷ്ടമാണ്. നമ്മൾ ഓൺ സ്റ്റേജിൽ കാണുന്ന ഇന്ദ്രൻ സാർ തന്നെയാണ് വീട്ടിലും. എന്ന് അങ്ങനെ എപ്പോഴും പറ്റത്തില്ല, നമുക്ക് കുറച്ചു നേരമൊക്കെ അങ്ങനെ ആവുന്ന ഒരു വലിയ എനർജിയാ കൊച്ചുമക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ സാറ് റീസെന്റ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും, അതായത് എനിക്ക് 100% ഞാൻ കൊടുത്തു എന്ന് തോന്നിയ, എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്, എന്നാലും കുറച്ചുകൂടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചോദിച്ചാൽ ഏതായിരിക്കും? ഇപ്പൊ അടുത്ത് ആശാനാണ്. അതെ, ആശാന എന്നെ ഒരുപാട് സ്വാധീനിക്കുകയും ഞാൻ കുറേ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തു. നല്ല എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്ന ഡയറക്ടറുമാണ് ജോൺ പോൾ. അതിനായിട്ട് എന്ത് തയ്യാറെടുപ്പുകളാ സാർ? ആള് നേരത്തെ തന്നെ ഒരു കഥകളി, 1 മിനിറ്റുള്ള ഒരു കഥകളി സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ആ കഥകളി അതിന്റെ മാസ്റ്റർമാരെ കൊണ്ടുവന്ന് എന്നെ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ശരീര ശുദ്ധി വരെ വരുത്തിയാണ് അതൊക്കെ തുടങ്ങിയത്. പിന്നെ ക്യാരക്ടറിലേക്കുള്ള ഒരു മാറ്റം, പണ്ടത്തെ പോലെ എനിക്ക് ഇളക്കി കോമഡി ചെയ്യാനുള്ള അവസരം, അങ്ങനെ ഒരു ഇത്തിരി ജീവനുള്ള ഒരു കഥാപാത്രമായിരുന്നു ആശാൻ. അത് ഇപ്പം സാറ് പറഞ്ഞല്ലോ തമാശ ക്യാരക്ടേഴ്സ്, അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു തമാശ ക്യാരക്ടർ വന്ന ആൾക്കാർ ഉൾക്കൊള്ളുമെന്നൊരു പേടിയുണ്ടോ? ഇല്ല. കരയുന്ന പോലെ തന്നെ പെട്ടെന്ന് ചിരിക്കാനും എല്ലാവർക്കും പറ്റും. ഇത് ഉറപ്പായിട്ടും അതൊക്കെ കിട്ടാഞ്ഞിട്ടാണ്. ഒരു കുഞ്ഞു കാര്യം മതി, നമ്മള് ഇക്കിളിയാക്കും പോലെ ചിരിക്കും. അതുപോലെ ഒരു കുഞ്ഞു മുഖം മാറിയാൽ മതി, നമ്മൾ അറിയാതെ കരയും. അതെല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് സായിയായിട്ട് അതങ്ങനെ ഉണ്ട്. നമുക്കത് അതിനുള്ള അനുഭവം വരുമ്പോഴത്തേക്കേ പറ്റുള്ളൂ. നമുക്ക് ചിരിപ്പിക്കും, നമ്മൾ താഴ്ന്നു, മര്യാദയ്ക്കൊരു സോങ് ഇല്ല, നമ്മൾ പാട്ടിന്റെ വരിക്ക് മുമ്പേ നമ്മൾ തുള്ളിച്ചാടുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ കൊടുത്ത് തലമുറ അത് കണ്ട് അങ്ങനെ ആയിപ്പോകും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല താളത്തിനൊത്തും നല്ല കാവ്യ ഭാഷയുള്ള പാട്ട് കേൾപ്പിച്ചൊക്കെ വന്നാൽ അവരിലൊക്കെ അത് ഉണ്ട്, എല്ലാവരിലും ഉണ്ട് അത്. അപ്പം പക്ഷെ എന്താന്ന് പറയുക, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ കുഞ്ഞ് ആശാനെന്നാ സാറിനെ വിളിക്കുന്നത്. ഇപ്പൊ ക്യാരക്ടേഴ്സ് എല്ലാം അത്ര അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളാ ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരു തമാശ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാനൊരു ഇതുണ്ടോ? ആണ്. അപ്പൊ ഞാൻ ചോദിക്കാം, തമാശ ആയിരിക്കണം എന്തെങ്കിലും ചേട്ടാ, അത് ഭയങ്കര കോമഡിയാണ്, നമ്മൾ പടം എന്നെ കൂടെ ചിരിച്ചു കാണിക്കുന്ന പേടിയാ. പറച്ചില് മാത്രമേ ഉള്ളൂ, ഇവരൊക്കെയായിരിക്കും അത്രയും. അപ്പം ഞാൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പം ചോദിക്കുക, തമാശ റോൾസിനാണോ സീരിയസ് റോൾസിനാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏത് പറയും? തമാശ ആണോ? ശരി, തമാശ ക്യാരക്ടേഴ്സാ ഇഷ്ടം. ഇപ്പം ഒരു 46 വർഷമായിട്ട് ഈ മൂവി ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ആക്ടർ ആരാന്ന് ചോദിച്ചാൽ, സുഹൃത്ത് എന്നുള്ള രീതിയിൽ ആരാന്ന് ചോദിച്ചാൽ ആരെ പറയും? അങ്ങനെ പറയാൻ കുറെ പേരുണ്ട്. ഹരിശ്രേഷകനുണ്ട്, പ്രേംകുമാർ, ബൈജു, പിന്നെ ഉണ്ടായിരുന്നു മാമുക്കയും കൊച്ചു പ്രേമണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ഇല്ലല്ലോ. കൊച്ചിന് അനീഫ്ക. എങ്കിലും പുതിയ തലമുറയിലും നല്ല കൂട്ടുകാരുണ്ട്. ഇപ്പൊ എല്ലാം വലിയ കമ്പനിയാ. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരുടെയും കമ്പനിയാണോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ എങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവന്മാരല്ലേ എന്നെ എല്ലാം കാണിച്ചു തരുന്നു. പഠിച്ചോ ഇപ്പൊ? അവര് ഞാൻ ചെയ്യാതെ തന്നെ അവരെല്ലാം കൊണ്ട് ചെയ്ത്. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടു. മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക സാറിന്റെ വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട് മോനെയാ വിളിച്ചേ. അപ്പൊ പറഞ്ഞു സ്മാർട്ട് ഫോൺ എടുത്തോണം എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ഇൻസിഡന്റ്? സ്മാർട്ട് ഫോൺ എടുക്കാൻ അങ്ങനെയാണോ അതിന്റെ പേര്? എന്നെ അറിയില്ല. ഇപ്പോഴത്തെ ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ തന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട്, സാധിക്കുന്നോ, സിനിമയൊക്കെ ഇല്ലേ, നമുക്കെന്തെങ്കിലും പേഴ്സണലായിട്ട് തൻ്റെ അടുത്ത് പറയണമെങ്കിൽ മക്കളുടെ അടുത്ത് പറയാൻ പറ്റുമോ? എനിക്കൊരു അവന് പിന്നെ ഞാനെ കുറിച്ചൊന്ന് ഉരുണ്ട് കളിച്ചാൻ പറഞ്ഞ്, നമ്മളൊക്കെ കേൾക്കുന്ന അത്ര തെറിയൊന്നും താൻ കേൾക്കണ്ടല്ലോ എന്തു വന്നാലും അവരുടെ അടുത്തൊക്കെ അതൊക്കെ പോലെ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു. പിന്നെ വേറെ വിശേഷങ്ങൾ പറഞ്ഞു വെച്ചു. പിന്നെ ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞു അന്ന് തന്നെ വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് സാർ റെഡിയാണ്. നമ്മള് മമ്മൂക്കയും ലാലേട്ടന്റെ മൂവീസിൽ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് ഇപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ വിളിച്ചിട്ട് പറയാറുണ്ടോ, അഭിനന്ദിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
ആ ഒരു ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ വിളിയുള്ളൂ. അങ്ങനെ അവരെ ഞാനും ഉപദ്രവിക്കത്തില്ല. അവരെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വിളിക്കുമോ, സംസാരിക്കുകയും ചെയ്യും. പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കാണുന്നുണ്ട്. എല്ലാം 100 കാര്യങ്ങളല്ല. നല്ല ബന്ധമാണ്. നല്ല കാണുമ്പോൾ ഒരു പക്ഷേ എനിക്ക് അവരെല്ലാം കുറേ മുമ്പ് തോന്നുന്നല്ല അവർക്കും തോന്നുമല്ലോ, നമ്മളെ പഴയ കുട്ടികൾ ആ സ്നേഹം. സാർ ഇപ്പം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, അതായത് എല്ലാ ആക്ടേഴ്സുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പാണ് സാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനത്തെ റോൾസ് ഒക്കെ എടുക്കുമ്പോഴേ കോമഡി ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ആക്ടറാണ്, എന്നാലും ഒരു ഷിഫ്റ്റ് ആണല്ലോ ഇപ്പം സംഭവിച്ചത്. അപ്പോൾ അങ്ങനത്തെ റോൾസ് ഒക്കെ കിട്ടിയപ്പോൾ ആരെങ്കിലും, അതായത് ഇപ്പം വിളിച്ചിട്ട് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന ലെവലിലുള്ള സൗഹൃദങ്ങളുണ്ടോ? ഇപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് കിട്ടി എന്നൊക്കെ പറയുന്ന ലെവൽ, അല്ലെങ്കിൽ അതിൽ അവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കാം എന്ന് തോന്നുന്ന കോ ആക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കൂട്ടുകാർ അല്ലാത്ത സിനിമയിൽ അല്ലാത്ത കൂട്ടുകാരുണ്ട്, ചില എഴുത്തുകാർ. പിന്നെ പ്രധാനമായിട്ട് കുടുംബത്തിൽ തന്നെ ശാന്തയുടെ അടുത്തോ മോൻ്റെ അടുത്തോ മോടുത്തൊക്കെ സംസാരിക്കും. വൈഫിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവര് നമ്മളെവിടെയെങ്കിലും ചെയ്തതാണെങ്കിൽ അതല്ലേ ഇതെന്ന് പറയും. അല്ലെങ്കിൽ അതിന് സാമ്യമുള്ള വേറെ പടങ്ങൾ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം പറയും. അപ്പോൾ ഇതിലൊന്നും അല്ലാതൊരു റൂട്ട് നമുക്ക് കിട്ടാൻ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യും. ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് സാറിന്റെ പ്രൊഫഷണൽ ലൈഫിലും ഉണ്ട്. ഉണ്ട്. നേരത്തെ തൊട്ടേ അങ്ങനെയാണോ? ആദ്യം മുതലേ വൈഫിനോട് ഡിസ്കസ് ചെയ്യും? വേറെ പിന്നെ നമുക്ക് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു കൂട്ടുകെട്ടില്ലല്ലോ. എല്ലാം അവിടെ നിന്ന് തന്നെ വിളിച്ച് സംസാരിക്കാൻ അവര് നിരന്തരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഇദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വന്നതും ഇപ്പൊ തീരുന്നൊക്കെ കണക്കാക്കി അവർ വിളിക്കും എന്നതുപോലെ അവര് ശ്രദ്ധിക്കും. മോനും അറിയാം, അവനാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ മോനുണ്ട് സാറിന്റെ കൂടെ? കൂടെ വരില്ല, വീട്ടിലിരുന്നുള്ള അവന്റെ ജോലിക്കിടയ്ക്ക് നോക്കും വരും. പിന്നെ സാർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞു. സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടയ്ക്ക് കണ്ടു, അതായത് ഇല്ലിറ്ററസി എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചയില്ലാത്തതുപോലെയാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കാഴ്ചയില്ലാത്തതുപോലെയാണെന്ന് ഇന്ദ്രൻ സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് തന്നെ ആയിരിക്കുമല്ലോ 7ാം ക്ലാസ് തതുല്യ എക്സാം എഴുതാൻ പോയതും അല്ലേ? അപ്പം അത് അന്ന് എന്തുകൊണ്ടായിരിക്കും? അന്ന് ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത് ചെറുപ്പത്തില്? പ്രധാനം അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ അത് വലിയ വിപത്താണെന്ന് തിരിച്ചറിവും ഒരു പക്ഷേ പരക്കെ അന്ന് നമ്മളെ കുടുംബത്തിലോ പരിസരത്തോ ഉള്ളവർക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല എന്നാണ്. കാരണം ഞാൻ പഠിത്തം നിർത്തുന്നതിന് മുമ്പ് എൻ്റെ കൂടെ പഠിച്ച് നിർത്തി ഓരോ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെയാ. അപ്പൊ ചില പ്രദേശത്ത് നല്ല പഠിക്കുന്ന ഒരു ചേട്ടനോ ചേച്ചിയോ ഒക്കെ അപ്പുറത്ത് അടുത്ത വീട്ടിലുണ്ടെങ്കിലല്ലേ അവരുടെ മനസ്സിൽ ഇതൊക്കെ വരുള്ളൂ. അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ അവരന്ന് പ്രേരിപ്പിച്ചത്. എനിക്കും അങ്ങനെ ഇഷ്ടമായിരുന്നു. അത് പിന്നെ കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെ കൂട്ടുകെട്ട് മാറുമ്പോൾ നമ്മൾ ഇച്ചിരി നല്ല അറിവുള്ള ആൾക്കാരോട് ചേരുമ്പോഴാണ് നമുക്ക് ഇല്ലാത്തത് എന്തെന്നുള്ള ബോധ്യം വരുന്നത്. സാർ പക്ഷെ ഒരുപാട് വായിക്കുന്ന ആളല്ലേ, വായനയില്ലേ? അതിന്റെ ബലത്തിലാണ് ഇപ്പോ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. സത്യമായിട്ട് അത് നാടക സമയം തൊട്ടേ വായന കൂടെ കൂട്ടിയതാണോ? നാടകം അന്വേഷിച്ച് വായിച്ചു തുടങ്ങിയതാണ്. അത് ശരി. ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേകതരം പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ ഉണ്ടോ? എല്ലാ പുസ്തകങ്ങളും വാങ്ങിക്കുന്ന അങ്ങനത്തെ ഇതാണോ? വായിച്ചു തുടങ്ങും. ഇൻട്രസ്റ്റ് ആണെങ്കിൽ മുമ്പോട്ടോ, ഇല്ലെങ്കിൽ സിനിമകളിലേക്ക് വരുവാണെങ്കിൽ സാറിന് എത്ര സിനിമകളായി? ഇപ്പൊ ഒരുപാട് പലതരം വേഷങ്ങൾ ചെയ്യുന്നു, ഒരുപാട് സിനിമകളുടെ ഭാഗമാകുന്നു. എന്നാലും സാറിന്റെ ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ സിനിമകളാണ് എനിക്കിഷ്ടം ചോദിച്ചാൽ ഏതായിരിക്കും? സമാധാനമുള്ള സിനിമകൾ, ഒത്തിരി വയലൻസ്, ജീവിതമായിട്ട് ബന്ധം വേണം, കഴിയണതും അക്രമം ഇല്ലാത്ത സിനിമ, അതെല്ലാരും കാണുന്നതാണ്, വരും തലമുറയ്ക്ക് കൂടെ ഉള്ളതാണ്. ചുമ്മാ ഒരു സിനിമയാവരുത്, എന്തെങ്കിലും ഒന്ന് അവർക്ക് ഓർക്കാനോ മനസ്സിൽ ആയിട്ട് വേണം എന്ന് വെച്ചിട്ട് അങ്ങനെ നാട്ടുകാരെ നന്നാക്കാനുള്ള സിനിമ എടുക്കുന്നതെന്നൊക്കെ പറയാം. എന്നാൽ പോലും ഒരു അടിസ്ഥാനമായിട്ടൊരു കല എന്ന് പറയുമ്പോൾ അതങ്ങനെ നിലനിൽക്കുന്നതാണെന്ന് കരുതി ചെയ്യണമെന്ന്. അങ്ങനത്തെ സമാധാനമുള്ള സിനിമകൾ അതിന്റെ കൂടെ ചേരാനും ശുദ്ധമായിട്ടുള്ള തമാശ പറയാനും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പൊ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടി, സാറിന് ചെയ്തു. അപ്പൊ എന്നാൽ ഇനി മനസ്സിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ഉള്ളതിനൊക്കെ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. അങ്ങനെ കിട്ടിയാൽ നിന്ന് അഭിനയിക്കാൻ എളുപ്പമാണ്. അതിന് ഒരു പിടുത്തം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ചിന്നാസയിലെ മാധവ മാഷിനെ കണ്ടു. റിയൽ ലൈഫിൽ മാധവ മാഷും ലീല കോംബോയ് പറഞ്ഞപ്പോ സാർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വൈഫിനോട് അത്രയും ക്ലോസ് ആണ്, എല്ലാം ഷെയർ ചെയ്യുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ മാധവ മാഷാണോ ചേച്ചിയോട്? അവരോട് അങ്ങനെ കലയിക്കുകയും
അത് അത്രയൊന്നും അല്ല. അല്ലാതെ അവര് സീരിയസ് ആയിട്ട് കാണുന്ന ഞാൻ ഈ കുട്ടികളെ പോലെ തന്നെ അവർക്ക് വശംവദനായി കൊടുക്കും. അവർക്ക് ഉപദേശിക്കാനും അവർക്ക് വഴക്ക് പറയാനൊക്കെ പാകത്തിന് നിന്ന് കൊടുക്കും. എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത് അത്രയും വേണ്ട എന്ന് തോന്നുമെങ്കിലും അവർക്ക് ഒരു സ്വാതന്ത്ര്യം, ഞാനാണ് എല്ലാം നയിക്കുന്നതെന്ന് തോന്നിക്കുന്ന വിധത്തിലെങ്കിൽ വശംവദനായി കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഞാൻ ചോദിച്ച ചേച്ചിയായിട്ടുള്ള ഇപ്പൊ അങ്ങോട്ട് പോണു അവിടെ പോകണ്ട എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം വരണമെങ്കിൽ നമ്മൾ അങ്ങനെ അലിഞ്ഞു കൊടുക്കുക എന്ന് പറയും. അപ്പൊ മാധവ മാഷാണ് ജീവിതത്തിലും, അതാണ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നത് അല്ലേ മാധവ മാഷ്? ഇപ്പൊ ഇത്രയും വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്റെ ആസ് എൻ ആക്ടർ. ഇപ്പൊ ഒരുപാട് പേര് അഭിനയം മോഹികൾ ഇപ്പോഴും ഉണ്ട് അല്ലെ നമ്മുടെ ചുറ്റും. അപ്പൊ അങ്ങനെയുള്ള പുതിയ ആൾക്കാരോട് ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് സിനിമയിൽ വരാൻ എന്നൊക്കെ പറയുമെങ്കിലും പുതിയതായിട്ട് വെയിറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? സിനിമ മോഹവുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നടക്കുന്നവരോട് എന്താ പറയാനുള്ളത്? കുടുംബത്തിൽ നിന്ന് പുറത്തായി പോരുന്ന, അതായത് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടുവച്ചിട്ട് വേണം ഇതിന്റെ പുറകെ നടക്കാൻ. അല്ലെങ്കിൽ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പം കുറച്ച് കഴിയുമ്പോൾ അവർ വിറക്കും, അത് കഴിയുമ്പോഴത്തേക്ക് സ്വയം മടുക്കും, പിന്നെ സിനിമയെ ശപിച്ചിട്ട് നടക്കും. അവിടെ വരെ എത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഇതൊരു കലയാണ്, എപ്പോഴും എനിക്ക് അതിനോട് ചേരാം, എനിക്കെപ്പോഴും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടെ ആഗ്രഹം ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അണഞ്ഞു പോകാതെ നിലനിർത്തുകയും നമ്മൾ അന്നത്തിനുള്ള വഴി ഒരു ഉപജീവന മാർഗം കണ്ടുപിടിച്ചുകൊണ്ട് സിനിമയുടെ കുടുംബം എല്ലാം നോക്കി നമ്മുടെയും അങ്ങനെ നിന്നിട്ട് വേണം ചെയ്യാൻ. കാരണം വെച്ചാൽ അന്നത്തെ പോലെ അല്ല, അന്ന് ഇവിടെ നിന്ന് മദ്രാസിൽ പോയി കിടക്കുന്നവരുണ്ട്, ഇതൊക്കെ മറന്ന് കുടുംബമൊക്കെ മറന്ന് അങ്ങനെ അതിൻ്റെ കൂടെ പെട്ട് നശിച്ചു പോയവരുണ്ട്. അവരൊക്കെ അങ്ങനെയുള്ളവർക്കും മറ്റുള്ളൊരു സിനിമയായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നും. കാരണം അവരുടെ അനുഭവം നേരെ തിരിച്ചാ. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് വന്ന് എപ്പോഴെങ്കിലും മടുത്ത് സിനിമ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അപ്പൊ സാർ ഇപ്പൊ ഇനീഷ്യൽ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനെ വേണ്ടായിരുന്നു അല്ലെ മടുത്തിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ എന്നും ഇപ്പൊ പകലൊരു രാത്രി വെളുക്കുന്നൊരു നാടകത്തിന് പോയാലോ എങ്കിൽ പകലിരുന്ന് എൻ്റെ ചെലവിന് വീട്ടിലുള്ള ജോലി ഞാൻ ചെയ്യും. ഇനി പകലാണ് സിനിമ എന്തെങ്കിലും പോയാലും രാത്രി നൈറ്റിരുന്നെങ്കിലും ഞാൻ ജോലി ചെയ്യും. അപ്പോൾ എൻ്റെ അന്നം ഇതൊരു എൻ്റെ എന്നെ ആശ്രയിക്ക് കുടുംബത്തെ എത്തിച്ചിട്ടേ ഞാൻ കളിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഇല്ലാത്ത കൂട്ടുകാരോട് ഞാൻ പറയാറുമുണ്ട് അങ്ങനെ. പക്ഷെ അത് അനുസരിക്കാതെ പോയവരുമുണ്ട്, ചിലപ്പോൾ അതിജീവിച്ചു വന്നവരുമുണ്ട്. സിനിമ ഇപ്പോഴും കുറച്ചുകൂടെ എല്ലാവർക്കും നമുക്ക് അടുത്താണ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കും, നമുക്ക് എൻ്റെ ചേരാം, ഏത് മേഖലയിലും ചേരാം. കാരണം നമ്മൾ അത്രയും പണ്ടത്തെ പോലെ ടെക്നിക്കിൽ പഠിക്കേണ്ടതില്ല. പക്ഷെ അതിന്റെ നമ്മുടെ ഒരു ലൈഫ് നോക്കിയില്ലെങ്കിൽ അതിനെ വെറുക്കും എന്ന് പറയുകയാണ്. പിന്നീട് അതിനെ വെറുത്തിട്ടോ കുറ്റം ഇതൊരു കലയാണ്, ചിലപ്പോൾ ഇത് ഉപജീവനായേക്കാം. പക്ഷെ നമ്മൾ നേരത്തെ അത് കരുതാൻ പാടില്ല. ഇപ്പൊ ആശാൻ മൂവിക്കകത്തെ ആശാൻ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ച് അതിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അങ്ങോട്ട് റോള് ചോദിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ അങ്ങനെ ആശാനാവേണ്ട മൊമെന്റ്സ് ഒത്തിരി വന്നിട്ടുണ്ടോ സാർ? അങ്ങോട്ട് പോയി ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലാം തേടി വന്നതാണ്. കൂടെ നമ്മൾ പോവുകയല്ലേ, നടക്കുമല്ലോ, കൂട്ടുകാരൊക്കെ ഇല്ലേ. അപ്പൊ അവരൊന്നും അതിലൂടെ അങ്ങനെ വന്നു പെടും, ഉള്ളിൽ ഇത് തന്നെ ഉള്ളത് കൊണ്ട്. ഇപ്പോ നമ്മളെല്ലാം വിട്ടുപോയ സലീം കുമാർ സാറിന്റെ മെമ്മറീസ് ഉണ്ടോ? നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സീക്വൻസസോ അങ്ങനത്തെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ഒരു സമയത്ത് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമ അല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ആയിരുന്നു. നമ്മള് സിനിമയിലാണ് വന്നുപെട്ടെങ്കിൽ നമ്മള് ചർച്ചകൾ വേറെ വഴിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യം, സാമൂഹിക പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ആള് തന്നെ ആദ്യം പറയുന്നതിന് മുമ്പ് ആള് തന്നെ ചിരിക്കും. അടുത്ത സുഹൃത്തായിരുന്നു. അങ്ങനെ അടുപ്പമില്ല, നല്ല സുഹൃത്തായിരുന്നു. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. കുറെ തുടക്കകാലത്തൊക്കെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വിളിക്കും, എന്തെങ്കിലും ഒരു വാർത്ത കാണുമ്പോഴോ ഒരു വിശേഷം വരുമ്പോഴോ ഒക്കെ വിളിക്കും, കഥകൾ പറയും, കാണുമ്പോഴൊക്കെ കഥ പറയും, കഥ പറയാനുണ്ടാവും, പുസ്തകങ്ങളെ കുറിച്ച് പറയും, രാഷ്ട്രീയം പറയും, അങ്ങനത്തെ കൂട്ടുകാരനാണ്. പിന്നെ സാർ 2024 ഇന്ദ്രധനുസ് സാറിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴാണ് ഉണ്ടായ? ഒരു പുസ്തകം ഇറക്കാം എന്നൊക്കെയുള്ള ഒരു ഒരിക്കലും എൻ്റെ അടുത്ത് ഷംസുദ്ദീൻ കുട്ടോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, എഴുത്തുകാരൻ. അപ്പോൾ ആളുടെ നമ്പർ വാങ്ങിച്ചിട്ടോ ആള് പറഞ്ഞിട്ടും
DC ബുക്സ് എന്ന് വിളിച്ചിരുന്നു. അവർ അവിടുത്തെ ഒരു പ്രവർത്തകയാണ്. അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഇത്ര കൊല്ലത്തിന് മുമ്പുള്ള സ്ഥാപനങ്ങൾ നമ്മളൊക്കെ തുടങ്ങിയ സമയത്തുള്ള തയ്യൽ കട, ബാർബർ ഷോപ്പ്, പലവ്യഞ്ജനക്കട, അങ്ങനെ ഒരു സംഭവം. അതൊക്കെ ഇപ്പം നിറം മാറിയല്ലോ, ബ്യൂട്ടി പാർലറും അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ആ ഒരു സമയം അനുഭവം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഷംസുദ്ദീൻ്റെ തന്നെ സഹായത്തിൽ സൂചി നൂലെന്നും പറഞ്ഞ് കുറേ അനുഭവങ്ങളും ആത്മകഥാംശം കൂടെ കയറി കുറച്ച് വന്നു പോയെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകം അങ്ങനെ ഇറങ്ങി. പിന്നീടാണ് അതിനെ വലുതാക്കി ചെയ്തത്. ചേട്ടനത് വലുതാക്കി, ചേട്ടൻ്റെ ഭാഷ വിടാതെ ചേട്ടന് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഷംസുദ്ദീൻ നിരന്തരമായിട്ട് പറയുമായിരുന്നു. അതിനിടയ്ക്കാണ് അത് മാതൃഭൂമിയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പിന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ അതിനെ അവൻ ആരംഭിച്ച സമയത്ത് പിന്നെ ഇത് ലോക്ക്ഡൗണൊക്കെ വന്നില്ലേ, കൊറോണയൊക്കെ വന്നു. ആ അടച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അതിന്റെ ഓർമ്മ കുഞ്ഞിലേ തന്നെ ഓർത്തോർത്ത് എഴുതി തുടങ്ങിയതാണ്. 2020 തുടങ്ങി അതിന്റെ അല്ലേ വർക്കൊക്കെ. 2024 പ്രകാശനം ചെയ്തു. പ്രകാശനം ആ എക്സ്പീരിയൻസ്. പ്രകാശനം ശരിക്കും ആയില്ല, അത് CM-ന്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പുസ്തകം ഇറങ്ങി 2024 തൊട്ട്. അത് ആയിട്ടില്ല. വീക്കിലിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറുകാട് അവാർഡ് കിട്ടിയായിരുന്നു. സാർ ഇപ്പം അഭിനയിച്ചതിൽ ഏറ്റവും, അതായത് ഈ ഒരു ഡയറക്ടറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും ഭാഗ്യമായിട്ട് കാണുന്നു എന്ന് തോന്നുന്ന ഒരു ഡയറക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാരായിരിക്കും? പത്മനാഭൻ സാർ ആണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഡയറക്ടേഴ്സിലെ ഏറ്റവും സാറിന് അടുപ്പമുള്ള ഒരു ഡയറക്ടർ ആരാ? ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പറയുവാണെങ്കിൽ കൂട്ടുകാരാണ് എല്ലാരും. അങ്ങനെ സാർ ഇപ്പം എപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ സാർ അതൊരു കുറവായിട്ട് പറയല്ലോ, അല്ലെങ്കിൽ സാറിന് അതൊരു അങ്ങനത്തെ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും വിദ്യാഭ്യാസം, അതായത് നമ്മൾ വിദ്യാഭ്യാസം കൂടുമ്പം ആൾക്കാർക്ക് വിനയം കൂടണം അല്ലേ, അങ്ങനെയാ പറയുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ലോ. അത്രയും ഉന്നത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ കാണിക്കുന്ന അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ കൂടെ കേൾക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ സാറിന് അത് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമില്ല, അവരിയ്ക്കുന്ന പൊസിഷന്റെ കുഴപ്പമാണ്. അങ്ങനെ ചെന്നുപെട്ടു പോകുമ്പോഴുണ്ടാവുന്നതായിരിക്കും. പക്ഷെ അപ്പൊ ആ ഒരു ഇതിന്റെ ആവശ്യം ഇല്ലല്ലോ ശരിക്കും അല്ലേ? കാരണം നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടാണ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇന്ദ്രൻ സാർ. സോ അങ്ങനത്തെ ഒരു ഇതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ലേ? അതെ, എനിക്ക് എന്നാലും എന്റെ അകത്തുള്ള ഒരു സുരേന്ദ്രൻ ഉണ്ടല്ലോ, അവനിപ്പോഴും അതൃപ്തനാണ്. അവനിപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുക. അവന് കൊടുക്കാനുള്ള പഠിത്തം അല്ലെങ്കിൽ അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ ബോധ്യപ്പെടുത്താൻ. എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് 4ാം ക്ലാസ് കഴിഞ്ഞു, ഞാനിപ്പോൾ 7 ഇനി 10 എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ നിരന്തരം സമാധാനിപ്പിക്കാൻ വേണ്ടി. ഇന്ദ്രൻസിനുള്ളിലെ കെ സുരേന്ദ്രനെ സംതൃപ്തിപ്പെടുത്താണല്ലേ? അന്ന് നീ പഠിക്കാതിരുന്നത് നിനക്ക് സൗകര്യങ്ങളില്ലായിട്ടല്ലേ, ഇപ്പൊ അതുണ്ടല്ലോ, പിന്നെ നിനക്കെന്ത് പഠിച്ചൂടെ എന്ന് ചോദിക്കൂലേ? അങ്ങനെ. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ തമാശ ക്യാരക്ടേഴ്സ് ചെയ്തു, അഭിനയ പ്രാധാന്യമുള്ള ഇപ്പം നായക പരിവേഷം ഉള്ള വേഷങ്ങൾ വരെ ചെയ്തു. ഇതിനിടയ്ക്ക് വില്ലൻ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഇന്ദ്രൻ സാർ ഇത്രയും പാവം, നമുക്കൊക്കെ അത്ര ഇഷ്ടമുള്ള ആൾ. അപ്പം ആ വില്ലനായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് തയ്യാറ്. നമ്മളിപ്പം മാർഷാവുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടർ ആവുക. പിന്നെ പെട്ടെന്ന് നമ്മൾ ശിക്കാരി ശംഭു എന്നൊക്കെ പറഞ്ഞാൽ ആവൂലേ, എന്നതുപോലെ ക്യാരക്ടർ മാറി ചെയ്യുമ്പോഴല്ലേ ഒരാഗ്രഹമല്ലേ. അപ്പൊ ദുഷ്ടൻ കഥാപാത്രവും തമാശയും എല്ലാം മാറി കിട്ടുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാതോർത്തിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇതേപോലെ സാറിന്റെ ഈ ഒരു വിനയം, അല്ലെങ്കിൽ ഇത്രയും പാവമായിട്ട് എല്ലാവരോടും നിൽക്കുന്നത്, പെട്ടെന്ന് ആരോടും നോ പറയാത്ത ഒരാളാണെന്നാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇന്റർവ്യൂ എടുക്കാൻ ഇരിക്കത്തില്ല. അപ്പൊ ഈ ഒരു സ്വഭാവം എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ നോ പറയേണ്ടതായിരുന്നു അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ചാടിക്കറി സ്നേഹമൊക്കെ കുത്തോണ്ട് പറയുമ്പോ തന്നെ കയറി ഓക്കെ പറയും. അങ്ങനെ പത്തും ചെയ്ത സിനിമകളിലും ഒക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് മാറ്റണം തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? അത് സൂക്ഷിച്ചു വേണം ഓക്കെ പറയാൻ, നല്ലവണ്ണം അവരെ പഠിച്ചിട്ട് വേണം അത് പറയാൻ എന്നുള്ളത് പിഴവ് പറ്റുമ്പോഴും പറ്റിപ്പോതാണ്.
ഓക്കെ. അപ്പോൾ സാർ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്കറിയാം ഒരുപാട് തിരക്കുണ്ട്. ഇപ്പോഴും ഡബ്ബിങ്ങിന് വേണ്ടി സാർ തയ്യാറായിട്ടിരിക്കുക എന്നറിയാം. ഞാൻ വിളിച്ചപ്പോൾ എനിക്കത് എല്ലാ പ്രേക്ഷകരോടും പറയണം. അതായത് ഞാൻ സാറിനെ ആദ്യം വിളിക്കുമ്പോൾ സാർ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഒരു സെലിബ്രിറ്റി അങ്ങനെ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റോ ആരെങ്കിലും ആയിരിക്കാം എടുക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു താരജാടയില്ല. സാറാണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. ശില്പ വന്നോളൂ, നമുക്ക് ഇന്റർവ്യൂ എടുക്കാം, ഞാൻ കൊച്ചി വരുമ്പോൾ എടുക്കാം എന്നാണ് പറഞ്ഞത്. അതിന് ഇത്രയും സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണിത്. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ്. സാർ ഞാൻ ഏത് ചാനലിൽ നിന്നാണോ അല്ലെങ്കിൽ എന്താ ഒന്നും ചോദിച്ചില്ല. ഇപ്പോഴാണ് സാർ എന്നോട് ചാനലിൻ്റെ പേര് വരെ ചോദിക്കുന്നത്. സോ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും സമയം നമ്മുടെ B4ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. പിന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണ നമുക്ക് പട്ടാഭിഷേകത്തിലെ ആ ഒരു വലിയ കൊയ്ത്തമ്പുരാൻ ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഒന്ന് തമ്പുരാനേ. അപ്പോ ഇതായിരുന്നു ഇന്ദ്രൻ സർ. ഒരുപാട് തിരക്കുകളുടെ ഇടയ്ക്ക് കുറച്ച് സമയം സാർ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. ഇനിയും എപ്പോഴെങ്കിലും കുറച്ചുകൂടെ വിശദമായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.